പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. India1 ATMൽ സ്ക്രീൻ മലയാളം ഭാഷയിലേക്ക് മാറ്റി മലയാളം ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. India1 ATMൽ ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന ഒരു വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടാതെ India1 ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ATMനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായി ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഇതാണ് India1 ATMന്റെ സ്ക്രീൻ. ഈ സ്ക്രീനിൽ വരുന്ന ഓരോ നിർദ്ദേശങ്ങൾക്കും നേരെ സൈഡിലായി വരുന്ന ഈ ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ATM പ്രവർത്തിപ്പിക്കാനാവുക. ഇതാണ് ATMന്റെ കീപാഡ്. ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഭാഗത്തിലാണ് നമ്മൾ ATM കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ മെഷീനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റെസിപ്റ്റ് ലഭിക്കാനുണ്ടെങ്കിൽ അത് ഈ ഭാഗത്തു കൂടെയാണ് പുറത്തേക്ക് വരിക. ഇതാണ് ATMന്റെ ക്യാഷ് മൗത്ത്. നമുക്ക് ലഭിക്കേണ്ട ക്യാഷ് ഇതിലൂടെയാണ് പുറത്തേക്ക് വരിക. ഇനി നമുക്ക് എങ്ങനെ മലയാളം സ്ക്രീനിൽ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. ATM കാർഡ് കാനറ ബാങ്കിന്റെയോ ഫെഡറൽ ബാങ്കിന്റെയോ SBIയുടെയോ അങ്ങനെ ഏതിന്റെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ATM കാർഡ് ഇതുപോലെ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്തു കൂടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. ഇൻസർട്ട് ചെയ്യുമ്പോൾ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കാർഡ് ATMൽ ലോക്ക് ആകുന്നതാണ്. ഇനി നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിലും അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാഷ സെലക്ട് ചെയ്യാൻ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. India1 ATMൽ ചിലതിൽ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഓപ്ഷനുകളെ ഇതുപോലെ കാണിക്കുകയുള്ളൂ. അപ്പൊ അവിടെ മലയാളം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മലയാളം സ്ക്രീൻ അവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ATMൽ കാണിക്കുന്ന പോലെ മലയാളം എന്ന ഓപ്ഷനുകൾ ഉള്ള ATMകളിൽ മാത്രമേ നമുക്ക് അതിന്റെ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ക്യാഷ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ATMൽ മലയാളം ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ തന്നെ ക്യാഷ് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഏറ്റവും താഴെയായി കാണുന്ന മലയാളം എന്ന ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് പണം പിൻവലിക്കൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് വരുന്ന സ്ക്രീനിൽ കുറച്ച് സംഖ്യകളുടെ ഓപ്ഷനുകളാണ് കാണുന്നത് അല്ലേ? ഇവിടെ 500, 1000, 1500, 2000, 3000, 4000 തുടങ്ങിയ സംഖ്യകളുണ്ട്. നിങ്ങൾക്ക് വേണ്ട സംഖ്യ അതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇല്ലാത്തൊരു സംഖ്യയാണ് വേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് മറ്റു തുക എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിന്റെ നേരെ സൈഡിലായി വരുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ അവസാനം കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തു കാണിക്കാം. ഇവിടെ ഞാനൊരു 500 രൂപ എടുത്തു കാണിക്കാം. അപ്പോൾ ആ 500 എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അടുത്തതായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത്. ഇവിടെ സേവിങ്സ് ഉണ്ട്, കറന്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ സ്ക്രീനിൽ എത്തുന്നതെങ്കിൽ ഇവിടെ കാണുന്ന പോലെ സേവിങ്സ് എന്നൊരു ഓപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ മലയാള ഓപ്ഷനുകളിൽ പ്രസ് ചെയ്ത് എത്തുമ്പോൾ ഇതുപോലെ സേവിങ്സും കറന്റും ക്രെഡിറ്റും നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ നമ്മൾ സാധാരണയായി ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി മറ്റ് ഓപ്ഷനുകളുടെ അക്കൗണ്ട് ആണ് പ്രത്യേകിച്ച് ആരെങ്കിലും എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഓപ്ഷനുകളിൽ പ്രസ് ചെയ്യുക. അപ്പൊ എന്റെയും സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പിൻ എൻ്റർ ചെയ്യുക എന്നൊരു സ്ക്രീനാണ് ഇതുപോലെ കാണിക്കുക. അപ്പൊ നിങ്ങളുടെ ATM കാർഡിന്റെ പിൻ അഥവാ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്റെ ATM കാർഡിന്റെ 4 അക്ക പിന്ന് ഞാൻ ഇതിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ഉറപ്പ് വരുത്തുക എന്ന ഓപ്ഷന് നേരെ സൈഡിലായി വരുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്ത ശേഷം ഈ ഭാഗത്തു കൂടെ ഇതുപോലെ പുറത്തേക്ക് വരും. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അടുത്തതായിട്ട് India1 ATMൽ നിന്ന് ക്യാഷ് ബാക്ക് നേടാനുള്ള ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്ന പ്ലേലിസ്റ്റിന്റെ തമ്പനെയിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് അല്ല എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്കും ഈ ക്യാഷ് ബാക്ക് ഓഫർ വേണ്ട എന്നാണെങ്കിൽ അല്ല എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇനി സ്ക്രീനിൽ കാണിക്കുന്ന സംഖ്യകൾ അല്ലാത്ത ഒരു സംഖ്യയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് എങ്ങനെ ഈ ATM-ൽ നിന്ന് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ വീണ്ടും ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നു. ഇനി ഭാഷ മലയാളം സെലക്ട് ചെയ്യുന്നു. അടുത്തതായി പണം പിൻവലിക്കൽ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഈ സ്ക്രീനിൽ എത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഈ ATM-ൽ ഒരു ട്രാൻസാക്ഷനിൽ 10,000 രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ATM കാർഡിന് ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്ര രൂപയാണോ അത്രയും രൂപ നമുക്ക് 10,000 ആയിട്ട് പല ട്രാൻസാക്ഷനുകളിലൂടെ ഒരു ദിവസം തന്നെ നമുക്ക് ഈ ATM-ലൂടെ പിൻവലിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ബാങ്കിന്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന ATM കാർഡിന് 20,000 രൂപയാണ് ഒരു ദിവസത്തെ വിഡ്രോ ലിമിറ്റ് എങ്കിൽ 10,000 വെച്ച് 2 ട്രാൻസാക്ഷനുകളിലൂടെ ഈ ATM-ലൂടെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാഷ് എങ്ങനെ ഇതിൽ നിന്ന് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 500, 1000 തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷേ അതിനിടയ്ക്കുള്ള സംഖ്യകളുടെ ഓപ്ഷനുകൾ ഇവിടെ ഇല്ലല്ലോ. ഉദാഹരണത്തിന് 800 രൂപ നമുക്ക് വേണമെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി മറ്റു തുക എന്ന് കാണുന്നില്ലേ, അതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ തുക എൻ്റർ ചെയ്യുക എന്ന് ഇതുപോലെ കാണിക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സംഖ്യ എത്രയാണോ അത് മെഷീനിന്റെ കീപാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി 10,000 രൂപയാണ് വേണ്ടതെങ്കിലും അതിവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് 800 രൂപയാണല്ലോ വേണ്ടത്, ഞാൻ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ആ എൻ്റർ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നേരെ താഴെ ക്ലിയർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് എന്തിനാണെന്ന് ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന വീഡിയോയിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിവിടെ ആവർത്തിക്കുന്നില്ല. നേരെ ഞാൻ എൻ്റർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അടുത്തതായി അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ കാണിക്കുന്നു, ഞാൻ ആ സേവിങ്സിന്റെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി പിന്ന് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു, ഞാൻ അതും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ആ ഉറപ്പ് വരുത്തുക എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അത് നമുക്ക് സ്വീകരിക്കാം. India1 ATM ഒരു നിശ്ചിത ബാങ്കിന്റെ ATM അല്ല, ഇത് റിസർവ് ബാങ്കിന്റെ അംഗീകാരമുള്ള വൈറ്റ് ലേബൽ ATM ആണ്. ഇതിലൂടെ നമുക്ക് ഏത് ബാങ്കുകളുടെയും ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച വീഡിയോയുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.